ഹായ് സ്റ്റുഡൻസ്, ഇന്ന് ഒരു പുതിയ ചാപ്റ്ററിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ആ ചാപ്റ്ററിൻ്റെ പേര് പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ എന്നാണ്. എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എക്സാമ്പിളിൽ കൂടെ ചില കാര്യങ്ങൾ നമുക്ക് ജനറലൈസ് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ എക്സാമ്പിളിൽ കൂടെ ജനറലൈസ് ചെയ്യുന്ന ഒരു മെത്തേഡ് കൂടിയാണ് ഈ ഇൻഡക്ഷൻ മെത്തേഡ്. പക്ഷേ മാത്തമാറ്റിക്സിലെ എക്സാമ്പിളിൽ കൂടെ ജനറലൈസേഷൻ നടത്തണമെങ്കിൽ ഒരു പ്രത്യേക പ്രൊസീജിയർ ആവശ്യമാണ്. കാരണം നമ്മൾ ചില എക്സാമ്പിളുകൾ നോക്കിയിട്ട് ഈ കാര്യങ്ങൾ ശരിയാണല്ലോ എന്ന് വിചാരിച്ചിട്ട് അതൊരു ജനറലൈസേഷൻ എത്താനായിട്ട് ചില കേസുകളിൽ ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അപ്പോൾ മാത്തമാറ്റിക്കൽ ഇൻഡക്ഷനിൽ ഒരു പ്രത്യേക പ്രൊസീജിയറാണ് നമ്മൾ ഇത്തരം എക്സാമ്പിളിൽ കൂടെ ജനറലൈസേഷൻ എത്താൻ വേണ്ടിയിട്ട് നാം ചെയ്യുന്നത്. അതാണ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഞാനൊരു ചെറിയൊരു എക്സാമ്പിൾ എന്ന് പറയാം. ഞാനിവിടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ എഴുതുകയാണ്. ഇങ്ങനെയാണ് ആ സ്റ്റേറ്റ്മെൻറ്റ്: n സ്ക്വയർ മൈനസ് n പ്ലസ് 41 ഈസ് എ പ്രൈം നമ്പർ. ഞാൻ എഴുതിയിരിക്കുന്നത് നോക്കി, n സ്ക്വയർ മൈനസ് n പ്ലസ് 1 is a prime number where n belongs to capital N. അതായത് ഇവിടെ എഴുതിയിരിക്കുന്ന ഈ n നാച്ചുറൽ നമ്പേഴ്സാണ്. ആ നാച്ചുറൽ നമ്പേഴ്സ് ഏത് കൊടുത്താലും ഈ ഒരു എക്സ്പ്രഷൻ ഒരു പ്രൈം നമ്പർ ആയിരിക്കും എന്നാണ് ഞാൻ ഇവിടെ ഇപ്പോൾ എഴുതിയേക്കുന്നത്. അപ്പോൾ ഇത് ശരിയാണോ എന്ന് പരിശോധിക്കാൻ എന്ത് വേണം? എല്ലാ നാച്ചുറൽ നമ്പറും കൊടുത്ത് ഒരു വെരിഫൈ ചെയ്യണം, അല്ലേ? ഞാൻ ഒരു 2-3 നാച്ചുറൽ നമ്പർ കൊടുക്കണമെന്ന് വിചാരിച്ചോളൂ. ആദ്യം n-ന് 1 കൊടുത്തപ്പോൾ 1 സ്ക്വയർ മൈനസ് 1 പ്ലസ് 41, അല്ലേ? ഇത് സിംപ്ലിഫൈ ചെയ്താൽ 41 എന്നാണ് കിട്ടുക. 41 ഒരു പ്രൈം നമ്പറാണ്. അപ്പോൾ ഈ റിസൾട്ട് n ഈക്വൽ ടു 1-ന് ശരിയാണ്. അപ്പോൾ നമ്മൾ വീണ്ടും അടുത്ത ഇൻറ്റിജറിന് അടുത്ത നാച്ചുറൽ നമ്പർ കൊടുത്തു നോക്കും. n-ന് 2 കൊടുത്തു നോക്കുകയാണ്. അപ്പോൾ എന്താ? 2 സ്ക്വയർ മൈനസ് 2 പ്ലസ് 41 ഇതൊരു പ്രൈം നമ്പർ ആണെന്നാണ് പറയുന്നത്. നോക്കാം, 4 മൈനസ് 2 2 ആണ്. 2 പ്ലസ് 41 43 ആണ് കേട്ടോ. അപ്പോൾ 43 ഈസ് എ പ്രൈം നമ്പർ. അപ്പോൾ ഈ റിസൾട്ട് n ഈക്വൽ ടു 2 കൊടുക്കുമ്പോഴും ട്രൂ ആണ്. ഓക്കെ, ഇനി അടുത്ത നോക്കിയോളൂ. 3 കൊടുത്ത് നോക്കാം. 3 സ്ക്വയർ മൈനസ് 3 പ്ലസ് 41 ഈക്വൽ ടു 9 മൈനസ് 3 6 ആണ്. 6 പ്ലസ് 41 47, അതും ഒരു പ്രൈം നമ്പറാണ്, അല്ലേ? ഇപ്പം നമ്മൾ കൊടുത്തിരിക്കുന്നത് n-ന് 1 കൊടുത്തു നോക്കി, 2 കൊടുത്തു നോക്കി, 3 കൊടുത്തു നോക്കി. എല്ലാത്തിനും പ്രൈം നമ്പർ തന്നെ കിട്ടിയത്, അല്ലേ? പക്ഷേ എൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എന്താ? ഇത് ഏത് നാച്ചുറൽ നമ്പർ കൊടുത്താലും ഇത് പ്രൈം നമ്പർ ആണെന്നാണ് പറയുന്നത്, അല്ലേ? അപ്പോൾ എല്ലാ നാച്ചുറൽ നമ്പറും ഇതേപോലെ കൊടുത്തു നോക്കാമെന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് പ്രാക്ടിക്കൽ, അല്ലേ? അതായത് n 1 2 3 വരെ കൊടുത്തു, അല്ലേ? അപ്പോൾ നമ്മൾ പറയാണ്, പിന്നെ എല്ലാം കൊടുക്കാൻ ബുദ്ധിമുട്ടാണ്. അങ്ങനെയാണെങ്കിൽ ഈ റിസൾട്ട് ട്രൂ ആണെന്ന് അസ്യൂം ചെയ്തുകൂടെ? കാരണം n ഈക്വൽ ടു 1-നും 2-നും 3-ക്കൊക്കെ ശരിയായില്ലേ? അപ്പോൾ ഇത് അംഗീകരിച്ചുകൂടെ എന്ന് നമുക്ക് സ്വാഭാവികമായിട്ട് തോന്നാം. പക്ഷേ ഇവിടെ ഒരു കുഴപ്പമുണ്ട്. അതായത് ആദ്യത്തെ ഈ 1 2 3 എന്ന് പറയുന്ന നമ്പേഴ്സിനൊക്കെ ഇത് ശരിയാണ്, അല്ലേ? ഇനി ഞാൻ ഇവിടെ n-ന് കൊടുക്കുന്നത് ഒരു 41 കൊടുത്തു എന്ന് വിചാരിച്ചോളൂ. n ഈക്വൽ ടു 41. അപ്പോൾ എന്തായിരിക്കും? 41 സ്ക്വയർ മൈനസ് 41 പ്ലസ് 41, അല്ലേ? ഇത് സിംപ്ലിഫൈ ചെയ്ത് എന്താ കിട്ടുക? 41 സ്ക്വയർ എന്നാണ് കിട്ടുക, അല്ലേ? 41 സ്ക്വയർ ഒരു പ്രൈം നമ്പർ ഒന്നല്ല, മനസ്സിലായോ? അതിൻ്റെ ഒരു ഫാക്ടർ തന്നെ 41 ആണ്. അപ്പോൾ പ്രൈം നമ്പർ അല്ല. അപ്പോൾ ഈ റിസൾട്ട് n ഈക്വൽ ടു 41 എത്തിയപ്പോൾ തെറ്റി, അല്ലേ? അപ്പോൾ നമുക്കിത് അംഗീകരിക്കാൻ പറ്റുമോ? ഇല്ല, അല്ലേ? ഇനി പല സ്ഥലത്തും ചിലപ്പോൾ തെറ്റിയെന്നൊക്കെ വരാം, കണ്ടോ? അപ്പോൾ ഒരു റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ ആദ്യത്തെ കുറച്ച് വാല്യൂസിന് അത് ശരിയായി എന്ന് വിചാരിച്ചിട്ട് എല്ലാ വാല്യൂസിനും ശരിയാകണം എന്നില്ല, അല്ലേ? അതാണ് ഞാൻ പറഞ്ഞത്, മാത്തമാറ്റിക്സിലെ എക്സാമ്പിളിൽ കൂടെ ജനറലൈസേഷൻ നടത്താൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. കാരണം അത് നമുക്ക് തിയറട്ടിക്കലായിട്ട് ചിലപ്പോൾ ശരിയായി എന്ന് വരില്ല. അപ്പോൾ ഇവിടെ ഒരു പ്രൊസീജിയർ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. അതാണ് ഈ പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ. ഈ ചാപ്റ്ററിൽ അത് മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ. പിന്നെ അതിനോട് ബന്ധപ്പെടുത്തുന്ന പ്രോബ്ലംസാണ് നമുക്ക് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പോൾ എന്താണ് ആ പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ? ഇത് എന്താണ് പ്രൊസീജിയർ നോക്കാം. ആദ്യം നമുക്കൊരു സ്റ്റേറ്റ്മെൻറ്റ്, നാച്ചുറൽ നമ്പർ ഇൻവോൾവ് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാകണം. ആ സ്റ്റേറ്റ്മെൻറ്റിന് സാധാരണയായിട്ട് നമ്മളൊരു പേര് കൊടുക്കുന്നു, P ഓഫ് n എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ മാത്തമാറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് ഇൻവോൾവിങ് എ നാച്ചുറൽ നമ്പർ n. നാച്ചുറൽ നമ്പർ ഉൾപ്പെടുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടായിരിക്കണം. ഇനി ആദ്യത്തെ പ്രൊസീജിയർ ഈ n-ന് പകരം 1 കൊടുക്കുകയാണ്.
ആ സ്റ്റേറ്റ്മെൻറ്റിൽ എന്നിന് പകരം 1 കൊടുക്കുമ്പോൾ അത് ട്രൂ ആണോ എന്ന് വെരിഫൈ ചെയ്യണം, അല്ലേ? പി ഓഫ് 1 ട്രൂ ആണ്. അപ്പോൾ പി ഓഫ് 1 ട്രൂ ആണെന്ന് കിട്ടിയെന്ന് വിചാരിച്ചോളൂ. അതായത് ആ റിസൾട്ടിൽ എന്നിന് പകരം 1 കൊടുക്കുമ്പോൾ ആ റിസൾട്ട് ട്രൂ ആണ് എന്ന് കിട്ടിയെന്ന് വിചാരിച്ചോളൂ. അങ്ങനെയാണെങ്കിൽ പിന്നെ ചെയ്യേണ്ടത് അസ്യൂം ദാറ്റ് the result is true for n equal to k. P of k is true എന്ന് നമ്മൾ അസ്യൂം ചെയ്യുക. എന്ന് പറഞ്ഞാൽ ഈ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിലെ എന്നിന് പകരം k എന്ന നാച്ചുറൽ നമ്പർ കൊടുക്കുമ്പോൾ അത് ട്രൂ ആണെന്ന് അസ്യൂം ചെയ്യാം കേട്ടോ. ഇനി അങ്ങനെയാണെങ്കിൽ ഇതിൽ നിന്നും നമുക്ക് P of k plus 1 is also true എന്ന് കിട്ടിയാണെങ്കിൽ, അതായത് P of k ട്രൂ ആണ്, അതിൽ നിന്നും ആ എന്നിന് പകരം k plus 1 കൊടുക്കുമ്പോഴും അത് ട്രൂ ആയിട്ട് കിട്ടുകയാണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ജനറലൈസ് ചെയ്യാമെന്ന് പറയുന്നത്. Therefore, P of n is true for all n belongs to n. അതായത് ഈ 3 കാര്യങ്ങൾ ഉണ്ടെങ്കിൽ എന്തൊക്കെയാണ്? ആദ്യം P of 1 ട്രൂ ആയിരിക്കുക, പിന്നെ assume that P of k is true, and from the truth of P of k, if we have to prove that P of k plus 1 is also true, അങ്ങനെ പ്രൂവ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ നമുക്ക് P of n ട്രൂ ആണെന്ന് പറയാം ഫോർ എവരി നാച്ചുറൽ നമ്പർ n. അങ്ങനെയാണ് ഈ പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ പറയുന്നത്. ഇതാണ് ഈ ചാപ്റ്ററിലുള്ള പ്രിൻസിപ്പിൾ. പിന്നെ നമ്മളെ എല്ലാ പ്രോബ്ലംസ് ഈ ഒരു ഓർഡറിൽ ചെയ്യാണ്. പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് ഈ 3 കാര്യങ്ങൾ. എന്താണ്? P of n എന്നുള്ളിടത്ത് എന്നിന് പകരം 1 കൊടുക്കുക, അത് ട്രൂ ആണോ എന്ന് നോക്കുക. അത് ട്രൂ അല്ലെങ്കിൽ അവിടെ വെച്ചിട്ട് പ്രോബ്ലം അവസാനിപ്പിക്കാം. കാരണം എന്നിനെ 1 കൊടുക്കുമ്പോൾ ട്രൂ അല്ലെങ്കിൽ പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് ശരിയാവണമെന്നില്ലല്ലോ. പിന്നെ P of kക്ക് ട്രൂ ആണെന്ന് അസ്യൂം ചെയ്യുക, അതിൽ നിന്നും ഇത് പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കുക. ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ എന്നിന് 2 കൊടുക്കുമ്പോൾ ശരിയാണെങ്കിൽ 3 കൊടുത്താലും ശരിയാവും, 3 കൊടുത്താൽ ശരിയാണെങ്കിൽ 4 കൊടുത്താലും ശരിയാവും, 4 കൊടുത്താൽ ശരിയാണെങ്കിൽ 5 കൊടുത്താലും ശരിയാവും. അതാണ് ഇതിൻ്റെ അർത്ഥം. അങ്ങനെ നമുക്ക് കൺക്ലൂഷനിൽ എത്താനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി നമ്മൾ ഈ പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ ഉപയോഗിച്ചുകൊണ്ടുള്ള ചില പ്രോബ്ലംസ് ആണ് ചെയ്യുന്നത്. തിയറി ഇത്ര മാത്രമേ ഉള്ളൂ. നേരത്തെ പറഞ്ഞ പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ്റെ സ്റ്റെപ്പുകൾ ശ്രദ്ധിക്കുക. ആദ്യം P of n എന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാകണം. അതിലെ എന്നിന് 1 കൊടുത്തു നോക്കി ട്രൂ ആണോ എന്ന് വെരിഫൈ ചെയ്യണം. ആൻഡ് ആഫ്റ്റർവേർഡ്സ് വി ഹാവ് ടു അസ്യൂം ദാറ്റ് P of k ഈസ് ട്രൂ, ആൻഡ് വി ഹാവ് ടു ഷോ ദാറ്റ് P of k plus 1 ഈസ് ഓൾസോ ട്രൂ. അങ്ങനെയാണെങ്കിൽ വി ക്യാൻ ജനറലൈസ് ദ സ്റ്റേറ്റ്മെൻറ്റ് ദറ്റ് ഈസ് P of n ഈസ് ട്രൂ ഫോർ ഓൾ n കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ഒരു പ്രോബ്ലം എഴുതിയിരിക്കുന്നത് ശ്രദ്ധിക്കുക. പ്രൂവ് ബൈ മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ ദാറ്റ് 1 plus 2 plus 3 plus etc. equal to n into n plus 1 by 2 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എത്രയാണ്? സം ഓഫ് ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സ്, 1 തൊട്ട് n വരെയുള്ള നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സമ്മ് n into n plus 1 by 2 എന്ന് പ്രൂവ് ചെയ്യണം, അല്ലേ? അപ്പോൾ ആദ്യം ഇവിടെ നോക്കൂ, നമുക്കൊരു സ്റ്റേറ്റ്മെൻറ്റ് ആവശ്യമാണ്, അല്ലേ? ഇപ്പോൾ ഇവിടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ട്. എന്താണ്? 1 plus 2 plus 3 plus etc. plus n equal to n into n plus 1. അപ്പോൾ അതിനെ P of n എന്ന് നമ്മൾ പേര് കൊടുക്കണം കേട്ടോ. അപ്പോൾ ആദ്യം ഈ ഗിവൺ സ്റ്റേറ്റ്മെൻറ്റിനെ P of n എന്ന് പേര് കൊടുക്കുകയാണ്. ലെറ്റ് P of n be the given statement. എല്ലാ പ്രോബ്ലത്തിലും ഈ രീതിയിലാണ് നമ്മൾ ചെയ്യുക. തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിനെ P of n, ആ n സ്റ്റാൻഡ്സ് ഫോർ നാച്ചുറൽ നമ്പർ, അങ്ങനെ നമ്മൾ പേര് കൊടുക്കണം. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ P of 1 എന്താണെന്ന് നോക്കണം. നോക്കുക, P of 1 എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഫസ്റ്റ് നമ്പർ എടുക്കുക. P of 1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നാച്ചുറൽ നമ്പർ കേട്ടോ. എന്നിട്ട് ഈക്വൽ ടു ഇവിടെ എന്നിന് പകരം 1 കൊടുത്തേ, 1 into 1 plus 1 by 2. ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഇവിടെ 2 by 2 ആണ്, അത് 1 ആണ്. 1 equal to 1 എന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് കിട്ടുന്നത്. അപ്പം അതിൻ്റെ മീനിങ് എന്താ? P of 1 ഈസ് ട്രൂ. P of 1 ഈസ് ട്രൂ. അപ്പം എന്തൊക്കെ ചെയ്തത്? ആദ്യം P of n എന്ന് പേര് കൊടുത്തു. ആൻഡ് ആഫ്റ്റർവേർഡ്സ് വി ആർ റീപ്ലേസിങ് n ബൈ ഇൻറ്റിജർ 1, നാച്ചുറൽ നമ്പർ 1. അപ്പോൾ അങ്ങനെ കിട്ടുന്ന 2 ഭാഗവും ശ്രദ്ധിക്കുക. ഇവിടെ 1 എടുക്കുന്നുള്ളൂ. ഇനി P of 2 ആണെങ്കിൽ ആദ്യത്തെ 2 ടേം എടുക്കണം കേട്ടോ. ഫസ്റ്റ് 2 നാച്ചുറൽ നമ്പേഴ്സ്. ഇനി P of 3 ആണെങ്കിൽ ഫസ്റ്റ് 3 നാച്ചുറൽ നമ്പേഴ്സ്. അതിനനുസരിച്ച് ഇവിടെ എന്നിനെ ആ വാല്യൂ കൊടുക്കുക. അങ്ങനെ കിട്ടുന്നത് ട്രൂ ആണോ എന്ന് വെരിഫൈ ചെയ്യാൻ. ഇവിടെ n equal to 1 ആണ് വെരിഫൈ ചെയ്യേണ്ട ആവശ്യമുള്ളൂ, ബാക്കിയുള്ളതൊന്നും ഇപ്പോൾ നമ്മൾ നോക്കുന്നില്ല. അപ്പോൾ P of 1 ട്രൂ ആയിട്ട് കിട്ടി, അല്ലേ? വാട്ട് ഈസ് ദ നെക്സ്റ്റ് സ്റ്റെപ്പ്? അസ്യൂം ദാറ്റ് P of k ഈസ് ട്രൂ. അസ്യൂം ദാറ്റ്
assume that P of K is true. അതായത് ഈ സ്റ്റേറ്റ്മെന്റിലെ എന്നിന് പകരം കെ കൊടുക്കുമ്പോൾ കിട്ടുന്ന റിസൾട്ട് ട്രൂ ആണെന്ന് അസ്യൂം ചെയ്യുക. എന്ന് പറഞ്ഞാൽ ഇവിടെ n ഉള്ളിടത്ത് കെ കൊടുക്കുകയാണ് കേട്ടോ. 1 + 2 + 3 + എക്സെട്ര പ്ലസ് കെ ഈക്വൽ ടു കെ ഇൻറ്റു കെ പ്ലസ് 1/2 ഉണ്ടോ. ഇത് നമ്മൾ ട്രൂ ആണെന്ന് അസ്യൂം ചെയ്തേക്കാണ്. ഇനി ഇതിൽ നിന്ന് വേണം പി ഓഫ് കെ പ്ലസ് 1 ട്രൂ ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യാം. ഇത് പി ഓഫ് കെ ആണ്. പി ഓഫ് കെ ഇതാണ് ആൻസർ എന്ന് അസ്യൂം ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്നും പി ഓഫ് കെ പ്ലസ് 1 ട്രൂ ആണെന്ന് കാണിക്കണം. അപ്പോൾ എന്താണ് പി ഓഫ് കെ പ്ലസ് 1 എന്ന് പറഞ്ഞാൽ ആദ്യത്തെ കെ പ്ലസ് 1 നാച്ചുറൽ നമ്പേഴ്സ് എഴുതാം. 1 + 2 + 3 + എക്സെട്ര കെ. അത് കഴിഞ്ഞിട്ട് കെ പ്ലസ് 1 ഉണ്ടോ. ആദ്യത്തെ കെ നാച്ചുറൽ നമ്പർ കഴിഞ്ഞ് ഒരെണ്ണം കൂടി ചേർക്കുന്നു കേട്ടോ. ഇനി നോക്കിയിട്ടൊന്ന് സിംപ്ലിഫൈ ചെയ്യാം. ഈ പറഞ്ഞ ടേമുകളുടെ സമ്മാണ് ഇത് അല്ലേ. കെ ഇൻറ്റു കെ പ്ലസ് 1/2 പിന്നെന്തുണ്ട്, ഒരു കെ പ്ലസ് 1 കൂടി ഉണ്ട്. ഓക്കെ. ഇനി ഈ 2 കൊണ്ട് ഇവിടേക്കൊന്ന് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും? കെ ഇൻറ്റു കെ പ്ലസ് 1 + 2 ഇൻറ്റു കെ പ്ലസ് 1 ഹോൾ ബൈ 2. കെ ഇൻറ്റു കെ പ്ലസ് 1 + 2 ഇൻറ്റു കെ പ്ലസ് 1 ഹോൾ ബൈ 2. ഇതിലെ കെ പ്ലസ് 1 കോമൺ ഫാക്ടർ ആയിട്ട് എടുക്കുന്നു. കെ പ്ലസ് 1 ഇൻറ്റു കെ പ്ലസ് 2 ഹോൾ ബൈ 2. കെ പ്ലസ് 1 ഇൻറ്റു കെ പ്ലസ് 2 ഹോൾ ബൈ 2. ഇതാണ് പി ഓഫ് കെ പ്ലസ് 1ൻ്റെ ആൻസർ ആയിട്ട് വന്നേക്കണം അല്ലേ. ഇത് ശരിയാണെന്ന് എങ്ങനെ അറിയും? ഈ ഒറിജിനൽ റിസൾട്ട് ഇതാണ് അല്ലേ. ഇതിൽ കെ എന്നിന് പകരം കെ പ്ലസ് 1 കൊടുത്താൽ എന്താ കിട്ടുക? കെ പ്ലസ് 1 ഇൻറ്റു കെ പ്ലസ് 1 + 1 അതാണ് കെ പ്ലസ് 2 ഹോൾ ബൈ 2 ഉണ്ടോ. ഈ റിസൾട്ടിലെ എന്നിന് പകരം കെ പ്ലസ് 1 കൊടുത്താൽ കിട്ടുന്ന അതേ റിസൾട്ട് ഇവിടെ കിട്ടിയിട്ടുണ്ടെങ്കിൽ വി ക്യാൻ കൺക്ലൂഡ് ദാറ്റ് പി ഓഫ് കെ പ്ലസ് 1 ഈസ് ഓൾസോ ട്രൂ. അപ്പം നമുക്ക് ഇവിടെ എഴുതാം therefore പി ഓഫ് കെ പ്ലസ് 1 ഈസ് ഓൾസോ ട്രൂ ഉണ്ടോ. ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ദ ഫൈനൽ കൺക്ലൂഷൻ ഈസ് പി ഓഫ് n ഈസ് ട്രൂ ഫോർ ഓൾ n. അതായത് ഫൈനൽ കൺക്ലൂഷൻ ഇങ്ങനെയാണ് നമ്മൾ പറയുക, പി ഓഫ് n ഈസ് ട്രൂ for all n belongs to capital N ഉണ്ടോ. ഇങ്ങനെ ഈ റിസൾട്ട് നമുക്ക് പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ ചെയ്ത കാര്യം എന്താണ്? ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു നെയിം ദ ഗിവൺ സ്റ്റേറ്റ്മെന്റ് ആസ് പി ഓഫ് n ആൻഡ് ആഫ്റ്റർവേർഡ്സ് വി ഹാവ് ടു വെരിഫൈ വെദർ ദ റിസൾട്ട് ഈസ് ട്രൂ ഫോർ n = 1. n = 1നെ ഇത് ട്രൂ ആണോ എന്ന് നമുക്ക് വെരിഫൈ ചെയ്യണം. ഇനി ആ വെരിഫിക്കേഷൻ നടത്തി കഴിഞ്ഞാൽ പിന്നെ ചെയ്യേണ്ട കാര്യം പി ഓഫ് കെ ഈസ് ട്രൂ എന്ന് അസ്യൂം ചെയ്യാം. ദാറ്റ് ഈസ് ദ അസംഷൻ. ഇനി അത് ഇതാണ് ഉണ്ടോ. അതിന് നമ്പർ 1 എന്ന് മാർക്ക് ചെയ്തേക്കാം. ഇനി നമ്മൾ പി ഓഫ് കെ പ്ലസ് 1 എഴുതി ഉണ്ടോ. അതിൽ ഈ ആദ്യത്തെ കെ ടേംസിന്റെ സം ഇതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. യൂസിങ് ദിസ് സ്റ്റേറ്റ്മെന്റ് 1 + കെ പ്ലസ് 1 ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ കിട്ടുന്നത് ഇതാണ്. അപ്പോൾ ഇതാണ് പി ഓഫ് കെ പ്ലസ് 1ൻ്റെ ആൻസർ. ഇത് ശരിയാണോ എന്നറിയണമെങ്കിൽ ഈ ഒറിജിനൽ സ്റ്റേറ്റ്മെന്റിലെ എന്നിന് പകരം കെ പ്ലസ് 1 കൊടുത്താൽ മതി. ഇവിടെ കെ പ്ലസ് 1 ഇൻറ്റു കെ പ്ലസ് 1 + 1 അത് കെ പ്ലസ് 2 ആണ്. അപ്പോൾ കെ പ്ലസ് 1 ഇൻറ്റു കെ പ്ലസ് 2/2 അതാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. ദാറ്റ് മീൻസ് പി ഓഫ് കെ പ്ലസ് 1 ഈസ് ഓൾസോ ട്രൂ. ഹെൻസ് ബൈ മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ പി ഓഫ് n ഈസ് ട്രൂ ഫോർ ഓൾ n. ഇങ്ങനെ നമുക്ക് കൺക്ലൂഷൻ നടത്താനായിട്ട് സാധിക്കും. ഓക്കെ. അടുത്ത പ്രോബ്ലം നോക്കിയേ. പ്രൂവ് ബൈ മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ. മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ എന്ന ആ വേർഡിൻ്റെ ഒരു അബ്രീവിയേഷൻ ആണ് MI കേട്ടോ. മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ ദാറ്റ് 1 + 3 + 5 + etc. + 2n - 1 = n², where n belongs to capital N. ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് നോക്കി. നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സമ്മാണിത് അല്ലേ. 1 കഴിഞ്ഞ് 3 പിന്നെ 5 പിന്നെ അടുത്ത എന്താവും 7 അങ്ങനെ പോകുന്നത്. അപ്പോൾ nth ഓഡ് നമ്പർ എന്താ? 2n - 1 ഉണ്ടോ. ഇതിൻ്റെ സമ്മ് n² ആണെന്ന് പ്രൂവ് ചെയ്യണം. ജസ്റ്റ് ഒന്ന് വെരിഫൈ ചെയ്ത് ആദ്യം ഞാനിവിടെ 1 എടുക്കുകയാണെങ്കിൽ എന്നിന് 1 കൊടുത്ത 1² ട്രൂ ആണ് അല്ലേ. ഇനി 1 + 3 2 ഓഡ് നമ്പർ എടുത്തു എന്ന് വിചാരിച്ചോളൂ. അതിൻ്റെ സമ്മ് 4 ആണ്. ഇവിടെ എന്നിന് 2 കൊടുത്തു നോക്കി 4 ആണ്. ഇനി ആദ്യത്തെ 3 എടുത്ത 9 ആണ്. ഇവിടെ എന്നിന് 3 കൊടുത്തു നോക്കി 9 ആണ്. ശരിയാണിത് അല്ലേ. പക്ഷെ ഇത് പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കണം. അപ്പോൾ ആദ്യം എന്ത് വേണം? കഴിഞ്ഞ പ്രോബ്ലത്തിൽ എന്താ ചെയ്തത്? ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു നെയിം ദ സ്റ്റേറ്റ്മെന്റ് ആസ് പി ഓഫ് n. അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റിന് ഞാൻ പി ഓഫ് n എന്ന് പേര് കൊടുത്തേക്കാണ് കേട്ടോ. ഇതിനെ പി ഓഫ് n എന്ന് പേര് കൊടുത്തേക്കാണ്. പി ഓഫ് n. ഇനി എന്ത് വേണം? നമുക്ക് പി ഓഫ് 1 ട്രൂ ആണോ എന്ന് വെരിഫൈ ചെയ്യണം അല്ലേ. അപ്പോൾ പി ഓഫ് 1
അത് നോക്കിയോളൂ. ഫസ്റ്റ് 1 ആണ്, ഈക്വൽ ടു 1 സ്ക്വയർ ഉണ്ടോ, 1 ഈക്വൽ ടു 1 സ്ക്വയർ. അപ്പോൾ ഇത് 1 തന്നെ അല്ലേ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ, വിച്ച് ഈസ് ട്രൂ. Therefore P of 1 is true എന്ന് കിട്ടുന്നു. എന്ന് പറഞ്ഞാൽ ഈ സ്റ്റേറ്റ്മെന്റ് n ഈക്വൽ ടു 1 എന്ന വാല്യൂവിനെ ട്രൂ ആണ്. അതാണ് നമ്മളുടെ പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷന്റെ ഫസ്റ്റ് സ്റ്റെപ്പ്. അതാണ്. ഇനി അടുത്തതായിട്ട് നോക്കിയോളൂ. എന്താണ്? അസ്യൂം ദാറ്റ് P of k is true. Assume that P of k is true. P of k true ആണെന്ന് അസ്യൂം ചെയ്യണം അല്ലേ. അപ്പം അങ്ങനെ അസ്യൂം ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? ഇവിടെ എന്നിലുള്ളടത്ത് k കൊടുക്കണം. 1 + 3 + 5 + എക്സെട്ര +2k - 1 ഉണ്ടോ. P of k ആണ് കേട്ടോ. ഈക്വൽ ടു എന്തായിരിക്കും? k സ്ക്വയർ. ഇതിനെ നമ്പർ 1 എന്ന് മാർക്ക് ചെയ്യാം. ഇതെങ്ങനെ കിട്ടിയതാ? By the assumption that the result is true for n equal to k. അപ്പോൾ P of k എന്ന സ്റ്റേറ്റ്മെന്റ് ആണ് ഇത്. ഇത് ട്രൂ ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്തേക്കാം. ഇനി എന്ത് ചെയ്യണം? We have to show that P of k plus 1 is also true. അതായത് ഇതിൽ നിന്നും P of k plus 1 is also true എന്ന് പ്രൂവ് ചെയ്യാൻ പറ്റണം. അപ്പോൾ നോക്കിയോ, P of k plus 1 എന്ന് എഴുതി നോക്കാം. P of k plus 1 ഇത് മുഴുവൻ എഴുതണം കേട്ടോ. 1 + 3 + 5 + എക്സെട്ര +2k - 1. ഇത് കഴിഞ്ഞിട്ട് തൊട്ടടുത്ത ഓഡ് നമ്പർ എഴുതണം. ഓക്കെ, ഓരോ ഓഡ് നമ്പറും എഴുതാൻ 2 ആഡ് ചെയ്യാണ് ചെയ്തത് അല്ലേ. 1 കഴിഞ്ഞ് 3, പിന്നെ 2 ആഡ് ചെയ്യുമ്പോൾ 5. അത് കഴിഞ്ഞിട്ട് ഇത് തൊട്ടടുത്ത, അതായത് ഒരു ടേം കൂടി ചേർക്കണമല്ലോ, കാരണം P of k plus 1 ആണ്. ഇത് P of k. അപ്പോൾ ഇത് വരെ എത്തി. ഇനി അടുത്തൊരു ഓഡ് നമ്പർ കിട്ടണമെങ്കിൽ ഈ നമ്പറിൻ്റെ കൂടെ 2 ആഡ് ചെയ്താൽ മതി. അപ്പോൾ എന്താ കിട്ടുക? 2k + 1 അല്ലേ. ഇതാണ് കിട്ടുന്നത്. അതായത് P of k plus 1 എഴുതുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഇതാണ് കിട്ടുക. അതെങ്ങനെ കിട്ടിയെന്ന് നോക്കണം. ഇതുവരെ P of k ആണ്. പിന്നെ തൊട്ടടുത്ത ഓഡ് നമ്പർ കിട്ടാൻ ഇതിൻ്റെ കൂടെ ഒരു 2 ആഡ് ചെയ്യുമ്പോൾ ഇങ്ങനെ കിട്ടുന്നത് അല്ലേ. ഇതിൽ നോക്കിയേ, ഇത്രയും ടേമുകളുടെ സമ്മാണ് k സ്ക്വയർ യൂസിങ് 1. അപ്പോൾ നോക്കിയേ, ദിസ് ഇസ് ഈക്വൽ ടു k സ്ക്വയർ +2k + 1 യൂസിങ് 1 ഉണ്ടോ. ഈ 1 എന്ന സ്റ്റേറ്റ്മെന്റ് ഉപയോഗിച്ചത് കിട്ടും. ഇനി ഇത് നോക്കൂ, ഇതെന്താണ്? k + 1 the whole square. അപ്പോൾ P of k + 1ന്റെ ആൻസർ ഇതാണ്. ഇത് ശരിയാണെന്ന് എങ്ങനെ അറിയണം? ഈ ഒറിജിനൽ സ്റ്റേറ്റ്മെന്റ് നോക്കുക. എന്നിലുള്ളടത്ത് k + 1 കൊടുത്തു നോക്കി, k + 1 whole square അല്ലേ കിട്ടിയത്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? Therefore P of k + 1 is also true ഉണ്ടോ. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ hence by mathematical induction P of n is true for all n belongs to n. അങ്ങനെയാണെങ്കിൽ ഈ റിസൾട്ട് എല്ലാ നാച്ചുറൽ നമ്പേഴ്സിനും ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ കഴിഞ്ഞ പ്രോബ്ലത്തിലും ഇതേപോലത്തെ സ്റ്റെപ്പുകളാണ്. അതായത് P of 1 ട്രൂ ആണെന്ന് വെരിഫൈ ചെയ്യുക, പിന്നെ P of k അസ്യൂം ചെയ്യുക. അതൊക്കെ എല്ലാ പ്രോബ്ലത്തിലും ഒരേ മോഡൽ ആയതുകൊണ്ട് ആ സ്റ്റെപ്പുകളൊക്കെ നിങ്ങൾക്ക് എഴുതാനായിട്ട് സാധിക്കും. അവസാനത്തെ ഈ സ്റ്റെപ്പുകൾ മാത്രമാണെന്ന് ശ്രദ്ധിക്കേണ്ടതുള്ളൂ എന്ന് ഓർക്കുക. ഓക്കെ. ഇനി അടുത്തൊരു പ്രോബ്ലം നോക്കിക്കോളൂ. Prove by mathematical induction that 1 + 3 + 3 square + etc. + 3 raised to n - 1. 3യുടെ പവർ ആയിട്ട് n - 1 ആണ് കേട്ടോ. 3 raised to n - 1. 3 raised to n - 1. 3 raised to n - 1 is equal to 3 to the power of n - 1 whole by 2. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. അപ്പോൾ ആസ് യൂഷ്വൽ നമ്മൾ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം? ലെറ്റ് us give the name for this statement as P of n. Let P of n be the given statement. അപ്പോൾ ഞാൻ ഇതിനെ പേര് കൊടുക്കുകയാണ് P of n കേട്ടോ. പേര് കൊടുക്കുന്നു P of n. ഓക്കെ. ഇനി എന്ത് വേണം? P of 1 ട്രൂ ആണോ എന്ന് വെരിഫൈ ചെയ്യണം. P of 1 ട്രൂ ആണോ എന്ന് വെരിഫൈ ചെയ്യണം. അപ്പോൾ P of 1 ഞാൻ എഴുതിയാൽ ഇവിടുത്തെ ഫസ്റ്റ് ടേം ആണ് എടുക്കേണ്ടത്. ഈക്വൽ ടു ഇവിടെ എന്നിന് പകരം 1 കൊടുക്കുക. 3 raised to 1 - 1/2 അല്ലേ. ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്താൽ 3 - 1 2 ആണ്. 2/2 1 ആണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? P of 1 is true അല്ലേ. രണ്ട് ഭാഗത്തും ഒരേപോലെ കാര്യമില്ല കിട്ടിയത്. അപ്പോൾ P of 1 ട്രൂ ആണെന്ന് കിട്ടിക്കഴിഞ്ഞു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ? കഴിഞ്ഞ രണ്ട് പ്രോബ്ലങ്ങളിൽ നമ്മൾ എന്താ ചെയ്തത്? അസ്യൂം ദാറ്റ് P of k is true അല്ലേ. Assume that P of k is true.
assume that P of K is true. അപ്പോൾ എന്താ വരണം നോക്കി 1 പ്ലസ് 3 പ്ലസ് 3 സ്ക്വയർ പ്ലസ് എക്സെട്ര 3 റൈസ് ടു കെ മൈനസ് 1 3 റൈസ് ടു കെ മൈനസ് 1 ഈക്വൽ ടു 3 റൈസ് ടു കെ മൈനസ് 1 ഹോൾ ബൈ 2. ഇവിടുത്തെ വ്യത്യാസം ഇതും വ്യത്യാസം ഉണ്ട് കേട്ടോ. ഇവിടെ 3യുടെ പവറിലാണ് കെ മൈനസ് 1, ഇവിടെ 3യുടെ പവറിൽ കെ ആണ്, പിന്നെ അതിൽ നിന്നാണ് 1 മൈനസ് ചെയ്ത് ബൈ 2 ഇട്ടേക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് നമ്പർ 1 എന്ന് മാർക്ക് ചെയ്യാം. ഇത് നമ്മൾ ട്രൂ ആണെന്ന് അസ്യൂം ചെയ്തേക്കാണ്. ആൻഡ് ഫ്രം ദ ട്രൂത്ത് ഓഫ് ദിസ് സ്റ്റേറ്റ്മെന്റ് വി ഹാവ് ടു ഷോ ദാറ്റ് പി ഓഫ് കെ പ്ലസ് 1 ഈസ് ഓൾസോ ട്രൂ. അപ്പോൾ എന്താണ് പി ഓഫ് കെ പ്ലസ് 1 നോക്കാം. ഇത് ആദ്യം ഇതൊക്കെ എഴുതണം. 1 പ്ലസ് 3 പ്ലസ് 3 സ്ക്വയർ എക്സെട്ര പ്ലസ് 3 റൈസ് ടു കെ മൈനസ് 1. കണ്ടോ, 3യുടെ പവർ ഇങ്ങനെ കൂടി 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 ഇവിടെ വരെ എത്തി. ഇനി കെ പ്ലസ് 1 ആയതുകൊണ്ട് ഈ സ്റ്റെപ്പ് കഴിഞ്ഞിട്ട് അടുത്തത് അല്ലേ, അപ്പോൾ ഒരു പവർ കൂടി എഴുതണം. അടുത്ത പവർ എന്താ, 3യുടെ പവർ കെ ആണ് അല്ലേ. ആ 3യുടെ പവർ കൂടി കൂടി വരിക. ഇവിടെ 3 റൈസ് ടു കെ മൈനസ് 1 കഴിഞ്ഞ് പിന്നെ 3 റൈസ് ടു കെ. പക്ഷേ ഈ ടേമുകളുടെ സം ഇതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താണ് 3 റൈസ് ടു കെ മൈനസ് 1 ബൈ 2 പ്ലസ് 3 റൈസ് ടു കെ യൂസിങ് 1. അതായത് ഈ സ്റ്റേറ്റ്മെന്റ് ഉപയോഗിച്ചുകൊണ്ടാണ് നമുക്ക് ഇത് എഴുതാനായിട്ട് സാധിക്കുന്നത്. ഇനി ഒന്നും സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഈ 2 കൊണ്ട് ഇവിടെ നിന്ന് മൾട്ടിപ്ലൈ ചെയ്യാം. That is 3 raised to k minus 1 plus 2 times 3 raised to k whole by 2. ഉണ്ടോ, ഈ 2 കൊണ്ട് ഇവിടെ മൾട്ടിപ്ലൈ, 2 കൊണ്ട് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 6 എന്നാക്കരുത് കേട്ടോ. 2 ഇൻറ്റു ഇതുപോലെ തന്നെ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇവിടെ നോക്കിയാൽ ഇവിടെ ഒരു 3 raised to k ഉണ്ട്, ഇവിടെ 2 times 3 raised to k ഉണ്ട്. അപ്പം മൊത്തത്തിൽ എന്താവും 3 times 3 raised to k minus 1 by 2 എന്ന് കിട്ടും അല്ലേ. ഇവിടെ 3 റൈസ് ടു കെ, ഇവിടെ 2 times 3 റൈസ് ടു കെ, രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ 3 times 3 റൈസ് ടു കെ. പക്ഷേ ഇവിടെ നോക്കിയാൽ 3 times 3 റൈസ് ടു കെ എന്ന് പറഞ്ഞാൽ ഈ ഇൻഡെക്സുകൾ ആഡ് ചെയ്താൽ മതി. 3 റൈസ് ടു കെ പ്ലസ് 1 മൈനസ് 1 ഹോൾ ബൈ 2, 3 റൈസ് ടു കെ പ്ലസ് 1 മൈനസ് 1 ഹോൾ ബൈ 2, 3 റൈസ് ടു കെ പ്ലസ് 1 മൈനസ് 1 ഹോൾ ബൈ 2. ഓക്കെ, അപ്പോൾ 3 റൈസ് ടു കെ പ്ലസ് 1 മൈനസ് 1 ഹോൾ ബൈ 2 എന്ന് പറഞ്ഞ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ റിസൾട്ട് നോക്കുക. എന്നിന് പകരം കെ പ്ലസ് 1 കൊടുത്താൽ കിട്ടുന്ന അതേ റിസൾട്ട് തന്നെ ഇവിടെ കിട്ടിയേക്കുന്നത് അല്ലേ. ഇവിടെ നോക്കുക, ഈ സ്റ്റേറ്റ്മെന്റ് ഒറിജിനൽ സ്റ്റേറ്റ്മെന്റ് നോക്കാം. 3 റൈസ് ടു എൻ മൈനസ് 1, അവിടെ എൻ ഉള്ളിടത്ത് കെ പ്ലസ് 1 കൊടുത്താൽ ഇതാ കിട്ടുക. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്, പി ഓഫ് കെ പ്ലസ് 1 ഈസ് ഓൾസോ ട്രൂ. ഉണ്ടോ, P of k plus 1 is also true. Hence, by mathematical induction, this statement is true for all n belongs to capital N. That means P of n is true for all n belongs to capital N എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഈ കഴിഞ്ഞ ഈ 3 പ്രോബ്ലങ്ങളിലും നമ്മൾ ചെയ്ത സ്റ്റെപ്പുകൾ ശ്രദ്ധിക്കുക. ആദ്യം പി ഓഫ് എൻ എന്ന് പേര് കൊടുക്കുന്നു, പി ഓഫ് എൻ വെരിഫൈ ചെയ്യുന്നു, പി ഓഫ് കെ ട്രൂ ആണെന്ന് അസ്യൂം ചെയ്യുന്നു. ആൻഡ് ഫ്രം ദ ട്രൂത്ത് ഓഫ് ദാറ്റ് സ്റ്റേറ്റ്മെന്റ് വി ഹാവ് ടു ഷോ ദാറ്റ് പി ഓഫ് കെ പ്ലസ് 1 ഈസ് ഓൾസോ ട്രൂ. ഹെൻസ് വി ക്യാൻ കൺക്ലൂഡ് ദാറ്റ് ദ ഗിവൺ സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ ഫോർ ഓൾ നാച്ചുറൽ നമ്പേഴ്സ്. ഓക്കെ, അടുത്ത പ്രോബ്ലം നോക്കാം. Prove by mathematical induction that 1 square plus 2 square plus 3 square plus etc. plus n square equal to n into n plus 1 into 2n plus 1 whole by 6, where n belongs to capital N. അതായത് sum of the squares of first n natural numbers, അത് ഇതാണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. നേരത്തെ നമ്മൾ സം ഓഫ് ദി ഫസ്റ്റ് എൻ നാച്ചുറൽ നമ്പേഴ്സ് ആദ്യത്തെ പ്രോബ്ലമായിട്ട് ചെയ്തിരുന്നു. അതെന്താ ആൻസർ കിട്ടിയ എൻ ഇൻറ്റു എൻ പ്ലസ് 1 ബൈ 2. ഇത് സം ഓഫ് ദി സ്ക്വയേഴ്സ്, അതായത് ആ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സ്ക്വയറുകളുടെ സമ്മ് കാണാൻ ഈ ഒരു ഫോർമുലയാണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ എന്ത് വേണം, വി ഹാവ് ടു നെയിം ദിസ് സ്റ്റേറ്റ്മെൻറ്റ് ആസ് പി ഓഫ് എൻ ആൻഡ് പി ഓഫ് 1 ട്രൂ ആണെന്ന് വെരിഫൈ ചെയ്യുക, പി ഓഫ് കെ ട്രൂ ആണെന്ന് അസ്യൂം ചെയ്യുക, അതിൽ നിന്നും പി ഓഫ് കെ പ്ലസ് 1 ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യുക. അതാണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്കിതിന് പേര് കൊടുക്കാം. ലെറ്റ് P of n be the given statement. Let P of n be the given statement. P of n. No. ഇതിനെ സ്റ്റേറ്റ്മെന്റിന് പേര് കൊടുത്തു. ഇനി P of 1 വെരിഫൈ ചെയ്യണം അല്ലേ. P of 1 എന്ന് പറഞ്ഞിടത്ത് 1 സ്ക്വയർ എടുത്താൽ മതി. പിന്നെ ഇവിടെ എന്ത് വേണം, n-നുള്ളിടത്ത് 1 കൊടുക്കുക. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 1 ഇൻറ്റു 2 ഇൻറ്റു 3 ബൈ 6 ഈക്വൽ ടു 1 ആണ്. 1 സ്ക്വയർ 1 ആണ്, ഇവിടെയും 1 ആണ് കിട്ടിയേക്കുന്നത് അല്ലേ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ, പി ഓഫ് 1 ഈസ് ട്രൂ. ഉണ്ടോ, ഫസ്റ്റ് പ്രൊസീജിയർ കഴിഞ്ഞു. ഈ റിസൾട്ട് n ഈക്വൽ ടു 1-ന് ട്രൂ ആണെന്ന് നമുക്ക് കിട്ടിക്കഴിഞ്ഞു.
n ഈക്വൽ ടു 1ന് ഈ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണ്. അതായത് ആദ്യം ഇവിടുത്തെ 1 സ്ക്വയർ എടുക്കുക, പിന്നെ ഇവിടെ n-ന് 1 കൊടുക്കുക. ഇനി പി ഓഫ് 2 ആണെങ്കിൽ 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ എടുക്കണം, ഇവിടെ n-ന് 2 കൊടുക്കുക. പി ഓഫ് 3 ആണെങ്കിൽ 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ നൽകുക, ഇവിടെ n-ന് 3 കൊടുക്കുക. അതാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ 1 മാത്രമേ നമ്മൾ നോക്കുന്നുള്ളൂ കേട്ടോ. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? പി ഓഫ് 1 ട്രൂ ആണെന്ന് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണം? അസ്യൂം ദാറ്റ് പി ഓഫ് കെ ഈസ് ട്രൂ. അല്ലേ? പി ഓഫ് കെ ട്രൂ ആണെന്ന് അസ്യൂം ചെയ്യണം. അസ്യൂം ദാറ്റ്. അപ്പോ എന്താണ് അങ്ങനെ അസ്യൂം ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക? ഇതാണ് കിട്ടാൻ പോകുന്നത്. 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് കെ സ്ക്വയർ ഈക്വൽ ടു കെ ഇൻറ്റു കെ പ്ലസ് 1 ഇൻറ്റു 2k പ്ലസ് 1 ഹോൾ ബൈ 6. അതിനെ നമ്പർ 1 എന്ന് മാർക്ക് ചെയ്യുക. ഇതെങ്ങനെ കിട്ടിയതാ? ദ സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ ഫോർ n ഈക്വൽ ടു k. അത് നമ്മൾ അസ്യൂം ചെയ്തത് കൊണ്ട് കിട്ടിയതാ. ഇനി നമുക്ക് വി ഹാവ് ടു ഷോ ദാറ്റ് p ഓഫ് k പ്ലസ് 1 ഈസ് ഓൾസോ ട്രൂ. വി ഹാവ് ടു ഷോ ദാറ്റ് p ഓഫ് k പ്ലസ് 1 ഈസ് ഓൾസോ ട്രൂ. അപ്പോൾ p ഓഫ് k പ്ലസ് 1 എഴുതണം അല്ലേ? അപ്പോൾ ആദ്യം ഇത് മുഴുവൻ എഴുതണം. 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് കെ സ്ക്വയർ. ഇത് കഴിഞ്ഞിട്ട് ദ വെരി നെക്സ്റ്റ് നമ്പർ k പ്ലസ് 1 ആണ് അല്ലേ? അതിൻ്റെ സ്ക്വയർ എന്ന് എഴുതണം. കാരണം സ്ക്വയറുകൾ ഇങ്ങനെ ഓരോ നാച്ചുറൽ നമ്പറിനെയും കൂടി കൂടി വരില്ലേ. അപ്പോൾ നോക്കിയോളൂ, ദിസ് ഇസ് ഈക്വൽ ടു ഇത്രയും ഭാഗത്തിൻ്റെ സമ്മാണിത്. k ഇൻറ്റു കെ പ്ലസ് 1 ഇൻറ്റു 2k പ്ലസ് 1 ഹോൾ ബൈ 6 പ്ലസ് കെ പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ. ഓക്കെ, ഇനി ഒന്ന് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ k into k plus 1 into 2k plus 1 plus 6 times k plus 1 the whole square whole by 6. ഒന്നുകൂടി സിംപ്ലിഫൈ ചെയ്യാം. ഒരു k plus 1 കോമൺ ആയിട്ട് എടുക്കാം. k plus 1 into k into 2k plus 1 plus 6 times k plus 1 whole by 6. ഓക്കെ, ഇനി ആ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യണം. ഈ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ദിസ് ഇസ് ഈക്വൽ ടു കെ പ്ലസ് 1 ഇൻറ്റു ഇവിടെ 2k സ്ക്വയർ പ്ലസ് 2k സ്ക്വയർ പ്ലസ് കെ കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത് കേട്ടോ. കെ പ്ലസ് 6k പ്ലസ് 6 ഹോൾ ബൈ 6. ഓക്കെ, ഇനി വീണ്ടും ഒന്നുകൂടി സിംപ്ലിഫൈ ചെയ്യാം. ഇവിടെ ഈക്വൽ ടു കെ പ്ലസ് 1 ഇൻറ്റു 2k square plus 7k plus 6 whole by 6 ഉണ്ടോ? അപ്പോൾ ഇവിടെ k plus 1 into 2k square plus 7k plus 6 by 6 എന്നുള്ള ടേം വരെ എത്തി അല്ലേ? പക്ഷേ നമ്മുടെ ഒറിജിനൽ സ്റ്റേറ്റ്മെൻറ്റിൽ 3 ഫാക്ടേഴ്സാണ്. അപ്പോൾ ഇത് ഒന്നുകൂടി ഫാക്ടറൈസ് ചെയ്യണം. അപ്പോൾ ഇത് ഫാക്ടറൈസ് ചെയ്യാനായിട്ട് നമുക്ക് ഈ 7k ഒന്ന് സ്പ്ലിറ്റ് ചെയ്യാം. k plus 1 ഇൻറ്റു 2k സ്ക്വയർ പ്ലസ് ഇവിടെ 4k പ്ലസ് 3k എന്ന് എഴുതാം. ഇതിനു പകരം 7kക്ക് പകരം. അതായത് 7k തന്നെയാണിത്, പക്ഷേ നമ്മളിതൊന്ന് ഫാക്ടറൈസ് ചെയ്യാനുള്ള എളുപ്പത്തിന് അങ്ങനെ മാറ്റിയതാണ്. ഇതിൽ നോക്കിയാൽ ഈ ബ്രാക്കറ്റിൽ ആദ്യത്തെ 2 ടേമിൽ 2 കോമൺ ഫാക്ടറാണ്, കെയും കോമൺ ഫാക്ടറാണ്. അത് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ തന്നെ ഇവിടെ 3k പ്ലസ് 6ൽ 3 കോമൺ ഫാക്ടറാണ്. അപ്പോൾ മാറ്റി എഴുതുമ്പോൾ k പ്ലസ് 1 ഇൻറ്റു ഇവിടെ 2k കോമൺ ആയിട്ട് എടുത്തപ്പോൾ ഇവിടെ k ഇവിടെ പ്ലസ് 2, ഇവിടെ പ്ലസ് 3 കോമൺ ആയിട്ട് എടുത്താൽ k പ്ലസ് 2 ഹോൾ ബൈ 6. വീണ്ടും നോക്കി ഈ സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് k പ്ലസ് 2 കോമൺ ആണ് അല്ലേ? അപ്പോൾ k പ്ലസ് 2 കൂടി പുറത്തേക്ക് എടുക്കാം. അപ്പോൾ ദിസ് ഇസ് ഈക്വൽ ടു k പ്ലസ് 1 ഇൻറ്റു k പ്ലസ് 2 ഇൻറ്റു 2k പ്ലസ് 3 ഹോൾ ബൈ 6 ഉണ്ടോ? അപ്പോൾ 3 ഫാക്ടറുകളായിട്ട് വന്നു. ഇതാണ് പി ഓഫ് കെ പ്ലസ് 1 കിട്ടിയത്. പക്ഷെ ഇതെങ്ങനെ ട്രൂ ആണെന്ന് നോക്കുക. അതിനാകെ ചെയ്യേണ്ട കാര്യത്രേ ഉള്ളൂ. ഇവിടെ എണ്ണം കൊടുത്ത് കെ പ്ലസും കൊടുക്കുക. ആ കിട്ടുന്ന കാര്യമാണോ ഇതെന്ന് നോക്കിയാൽ മതി. നോക്കി എന്നിന് കെ പ്ലസും കൊടുത്ത കെ പ്ലസ് 1, ഇവിടെ കെ പ്ലസ് 1 ഉണ്ട്. ഇനി കെ പ്ലസ് 1 പ്ലസ് 1 കെ പ്ലസ് 2 ആണ്, അതാ ഇവിടെ വന്നിട്ടുണ്ട്. ഇനി ഇവിടെ എന്നിന് കെ പ്ലസും കൊടുത്താൽ 2 ഇൻറ്റു കെ പ്ലസ് 1 പ്ലസ് 1 ആണ്. അത് സിംപ്ലിഫൈ ചെയ്തത് കിട്ടും. ഓക്കെ, അപ്പോൾ പി ഓഫ് കെ പ്ലസ് 1 ട്രൂ ആണെന്ന് ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എങ്ങനെ? ഇവിടെ എന്നിന് പകരം കെ പ്ലസ് 1 കൊടുത്ത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ കിട്ടുന്നത് ഇതാണോ എന്ന് നോക്കിയാൽ മതി. അപ്പോൾ പി ഓഫ് കെ പ്ലസ് 1 ഈസ് ഓൾസോ ട്രൂ. പിന്നെന്ത് പറയാം? ഹെൻസ് ബൈ മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ പി ഓഫ് എൻ ഈസ് ട്രൂ ഫോർ ഓൾ എൻ.
പി ഓഫ് കെ പ്ലസ് വൺ ട്രൂ ആണെന്ന് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പറയേണ്ട കാര്യത്തിലുള്ളൂ പി ഓഫ് കെ പ്ലസ് വൺ ഈസ് ഓൾസോ ട്രൂ, ഹെൻസ് ബൈ മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ പി ഓഫ് എൻ ഈസ് ട്രൂ ഫോർ ഓൾ എൻ. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്തിട്ടുള്ള എല്ലാ പ്രോബ്ലത്തിലും പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റുകൾ ശ്രദ്ധിക്കുക. പി ഓഫ് എൻ എന്ന സ്റ്റേറ്റ്മെൻറ്റ് പി ഓഫ് വൺ ട്രൂ ആണെന്ന് വെരിഫൈ ചെയ്യുക, പി ഓഫ് കെ ട്രൂ ആണെന്ന് അസ്യൂം ചെയ്യുക, പിന്നെ പി ഓഫ് കെ പ്ലസ് വൺ ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യുക, ആൻഡ് we can have the final conclusion that the given statement is true for all natural numbers. Okay.